കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഇടവം രാശിക്കാർ അറിഞ്ഞിരിക്കേണ്ട ചില കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതായ ആചാരങ്ങളും. ഇടവം രാശിക്കാർ അവർക്ക് വ്യാഴദശ, ചൊവ്വാദശ, ചന്ദ്രദശ, വ്യാഴദശ, ചൊവ്വാദശ, ചന്ദ്രദശ, ഈ 3 ദശാകാലങ്ങളും ഇടവം രാശിക്കാർക്ക് അശുഭയോഗങ്ങൾ തരുന്നൊരു ദശാകാലമാണ്. ആ സമയത്ത് ഗോചരം ചെയ്യുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴമൊക്കെ നമുക്ക് ദോഷപ്രദനാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അപ്പോഴ് ഒരുപാട് ദോഷങ്ങൾ കൂടിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് നിങ്ങളുടെ ദശാകാലം പരിശോധിക്കൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇടവം രാശിക്കാരന് വ്യാഴം ഗോചരം ചെയ്യുമ്പോൾ നല്ലതല്ല. അയാൾക്ക് ജാതകത്തിലും വ്യാഴദശയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്നത് മുഴുവൻ എന്തായിരിക്കും? ദോഷങ്ങളായിരിക്കും. അപ്പോൾ ആ ദുരിതം മാറാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ നോക്കിയിട്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യണം. ദോഷശാന്തി കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ രാശിക്കാർക്ക് വ്യാഴദശ, കുജദശ, അതായത് ചൊവ്വാദശ, ചന്ദ്രദശ 3 അശുഭഫലങ്ങൾ തരുന്ന ദശാകാലമാണ്. ഈ കുജദശയിലെ ചൊവ്വാദശയിലെ വ്യാഴാപഹാരകാലവും വ്യാഴദശയിലെ കുജാപഹാരകാലവും വ്യാഴദശയിലെ ചൊവ്വയുടെ അപഹാരവും കുജൻ്റെ വ്യാഴത്തിൻ്റെ അപഹാരവും ഇത് രണ്ടും മരണപ്രദമായ ആ സമയത്ത് വല്ല ആക്സിഡൻറ്റുകൾ ഉണ്ടാകുകയോ വല്ല രോഗങ്ങൾ വരികയോ ആ രോഗം മൂലം മരണത്തിൻ്റെ വക്കത്ത് വരെ എത്തിപ്പെടുകയൊക്കെ ചെയ്യാം. ചിലർ പറയാറില്ല ഞാൻ മരിച്ചു പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നതാണെന്ന്. ഇങ്ങനെയുള്ള ഈ മരണപ്രദമായ അനുഭവയോഗമുള്ളതുകൊണ്ട് ഈ സമയം മുൻകൂട്ടി കണ്ടിട്ട് നമ്മൾ മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യാം, ധന്വന്തരി പൂജ ചെയ്യാം, സഞ്ജീവനി മന്ത്രം കൊണ്ട് ഹോമം ചെയ്യാം. സഞ്ജീവനി മന്ത്രം കൊണ്ടൊക്കെ നമ്മൾ ഹോമം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് കുറേ മാറ്റങ്ങളുണ്ടാവും, രോഗദുരിതങ്ങളിൽ നിന്ന് മാറ്റങ്ങളുണ്ടാവും. ഇതൊക്കെ നടത്തുന്നത് ഉത്തമമാണ്. ഈ ഇടം രാശിക്കാർ വെള്ളിയാഴ്ച വ്രതം, മഹാലക്ഷ്മി ഭജന ഇതൊക്കെ നടത്തുന്നത് നിങ്ങളുടെ ധനസമ്പത്ത് വർദ്ധിക്കാൻ നന്നായിരിക്കും. എല്ലാ വെള്ളിയാഴ്ച വ്രതം നോൽക്കുക, മഹാലക്ഷ്മിയെ ഭജിക്കുക, മഹാലക്ഷ്മി പൂജയൊക്കെ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് പൗർണമി ദിവസത്തിൽ മഹാലക്ഷ്മി പൂജയൊക്കെ ചെയ്യുന്നത് ഇവരുടെ ധനസമ്പത്ത് വർദ്ധിക്കാനായിട്ട് നല്ലതാണ്. ധനപരമായിട്ട് ഉയർച്ചയ്ക്കും സന്താനങ്ങളുടെ സൗഖ്യത്തിനുമൊക്കെ ഇത് വളരെ നല്ലതാണ്. ബുധപ്രീതി വരുത്തുന്നതൊക്കെ നല്ലതാണ്. ബുധൻ കൃഷ്ണനായതുകൊണ്ട് ബുധപ്രീതിയൊക്കെ വരുത്തുന്നത് നല്ലതാണ്. ഈ ഇടവം രാശിക്കാർക്ക് 5ാം ഭാവാധിപത്യം നവംസക ഗ്രഹമായ ബുധനായതുകൊണ്ട് ഇടവം രാശിയുടെ 5ാം ഭാവാധിപത്യം വരുന്നത് നവംസക ഗ്രഹമായതുകൊണ്ട് സന്താന ലബ്ധിക്ക് കുട്ടികളുണ്ടാവാനൊക്കെ കാലതാമസം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സന്താന ലബ്ധിക്ക് കാലതാമസം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്താനങ്ങൾ ഉണ്ടാവാൻ പരിഹാരമായിട്ട് സന്താന ഗോപാല മന്ത്രം കൊണ്ട് സന്താന ഗോപാല പൂജ ചെയ്ത് സന്താന ഗോപാല സംവാദം സേവിക്കുക, സന്താന ഗോപാലം യന്ത്രം ധരിക്കുക, ധാരണം നടത്തുകയൊക്കെ ചെയ്യുന്ന ഉത്തമമായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഇടവം രാശിക്കാർക്ക് സന്താനങ്ങൾ ഉണ്ടാവാൻ വൈകുകയാണെങ്കിൽ ഉടനെ മനസ്സിലാക്കുക 5ാമത്തെ ഗ്രഹമായ അവിടെ സംഭവസക ഗ്രഹമായ ബുധൻ നിൽക്കുന്നത് കൊണ്ട് ആദ്യം ബുധനെ പ്രീതിപ്പെടുത്താനുള്ള കർമ്മങ്ങൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ചികിത്സകളോ വഴിപാടുകളോ ഒക്കെ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സന്താനങ്ങൾ ലഭിച്ചോളൂ. അപ്പോൾ ഇടവം രാശിക്കാർക്ക് പൊതുവെ വ്യാഴദശ, ചൊവ്വാദശ, ചന്ദ്രദശയൊക്കെ വളരെ മോശമായതുകൊണ്ട് ഈ 3 ദശാകാലവും വളരെ കെയർഫുള്ളായിരിക്കണം. അതുകൊണ്ട് ആ ദശാകാലം വരുന്നതിന് മുമ്പ് നിങ്ങൾ ജാതകം നോക്കിയിട്ട് ഈ ദശാകാലം തുടങ്ങുകയാണെങ്കിൽ വ്യാഴദശയിലെ കുജാപഹാരകാലവും കുജദശയിലെ വ്യാഴാപഹാരകാലവും നിങ്ങൾക്ക് ദോഷമാണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്ത് ദോഷശാന്തി വരുത്താം.